ഹായ് ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈസ്റ്റർ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ കുക്കിംഗ് ഫുള്ളും ഞാനാണ്. അപ്പം 7 മണിയായപ്പോൾ ഞാൻ എണീറ്റ് പിന്നെ കൈമുഖമൊക്കെ ഒന്ന് കഴുകണം, ഒന്ന് ഫ്രഷായിട്ട് വേണം അടുക്കളയിലോട്ട് കയറാൻ. ഇപ്പം എന്താ ചൂടല്ലേ എൻ്റെ പൊന്നെ, നേരം വെളുക്കുമ്പോഴാണ് ഒന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങുന്നത്. ആദ്യം തന്നെ നമ്മൾ മുടിയൊക്കെ ഒന്ന് ഇരി കെട്ടണം. ഈരാറില്ല, ഞാൻ പൊതുവേ ചീപ്പ് തലയിൽ ഉപയോഗിക്കൽ കുറവാണ്. എണീറ്റ പടി തന്നെ മുടി ഒന്ന് പ്രാന്തക്കോലെ തിന്ന് ഒന്ന് ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് മുക്കി കെട്ടണം. എന്നിട്ട് പോയി കൈമുഖമൊക്കെ കഴുകി വന്ന് അടുക്കളയിലോട്ട് കയറണം. ഈ വീഡിയോ എടുക്കൽ കുക്കിംഗ് കൂടി ഒരുമിച്ച് എനിക്കങ്ങോട്ട് സെറ്റായില്ല. സാധാരണ കുക്കിംഗ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതുപോലെ അല്ലല്ലോ. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതും ശ്രദ്ധിക്കണം, നമ്മളെ ഫുഡും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചെറിയ ചെറിയ കൈപ്പഴകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫ്രഷായി വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ ആ കുപ്പി വാങ്ങിയതിന് ശേഷം രാവിലെ വെള്ളം കുടിക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ വെള്ളം നല്ലോണം കുടിക്കാറുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ ബാക്കി അങ്ങോട്ടെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. അടുക്കളയിൽ ചെല്ലുമ്പോൾ എന്ന് പുട്ടും കടലയാണ്. അപ്പോൾ പുട്ടിന് പൊടി അമ്മ ഒഴിച്ച് വെച്ചിട്ടുണ്ടാവും, കടലയും വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അത് രണ്ട് ഇൻഗ്രീഡിയൻസും സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എനിക്കതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെയാണ് എനിക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ഫോക്കസിൽ ചെറിയ ചെറിയ അതിൻ്റെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് തെറ്റിപ്പോയി, അങ്ങോട്ടും ചെറുതായിട്ട് മാറിപ്പോയി. അപ്പോൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഞാനവിടെ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കടുക് ആദ്യം ഇട്ടില്ല. ഞാൻ ആദ്യം തന്നെ വേപ്പില വരിയിട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ കടുക് ഇട്ടില്ല. തൊട്ടടുത്തുണ്ടായിരുന്നു കടുക്. പിന്നെ വേണമെങ്കിൽ എനിക്ക് തോന്നണം അതിൻ്റെ മുകളിൽ കൂടെ കടുക് ഇടാമെന്ന്. പക്ഷെ കടുക് അങ്ങനെ പൊട്ടിയില്ലെങ്കിലും ഓർത്ത് ഞാൻ ആ വേല ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റി പിന്നെ രണ്ടാമത് കടുകിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വേപ്പിലിട്ട് പിന്നെ ബാക്കി പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കടലക്കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ കറി റെഡിയായി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം. അപ്പോൾ തന്നെ കുക്കറൊക്കെ കഴുകി അതിനകത്ത് വെള്ളം എടുത്ത് പുട്ടിനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പുട്ടുണ്ടാക്കൽ തകൃതിയായിട്ടൊരു വശം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൈഡിലൊരു കൈ കണ്ടോ, എൻ്റെ മദറാണ്. അമ്മക്ക് ഈസ്റ്ററായിട്ട് സ്റ്റാറ്റസ് ഇടാൻ നോക്കിയിട്ട് അതിനെന്തോ പറ്റുന്നില്ല, ചെറിയ കുഴപ്പങ്ങൾ തന്നെ. അപ്പം അതൊക്കെ എന്താണെന്ന് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ പറഞ്ഞു കൊടുത്ത കഴിഞ്ഞപ്പോൾ അമ്മക്കുട്ടി പോയി. എൻ്റെ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ സിറ്റൗട്ടിലേക്ക് പോയി പത്രം എടുക്കാൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് നല്ല കുട്ടി രാവിലെയൊക്കെ എണീറ്റ് പത്രമൊക്കെ വായിക്കുമെന്ന്. ഞാൻ ഈ പത്രം എടുക്കണ എൻ്റെ മെയിൻ ലക്ഷ്യം സ്പോർട്സിൻ്റെ പേജ് നോക്കാനാണ്. വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. മെയിനായിട്ട് ഞാൻ സ്പോർട്സ് നോക്കും. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പേജും, വല്ല ജോലിയുടെ കാര്യമോ അല്ലെങ്കിൽ വല്ല പഠിത്തത്തിൻ്റെ എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയമാണെങ്കിൽ അതും നോക്കും. സ്പോർട്സ് ഞാൻ എന്തായാലും നോക്കാറുണ്ട്. ഈസ്റ്ററിൻ്റെ തലേന്ന് ദിവസമാണെങ്കിൽ രാജസ്ഥാൻ്റെ കളിയുമായിരുന്നു. അപ്പം കളിയാണെങ്കിൽ തോക്കുകയും ചെയ്ത്. പിന്നെ എനിക്ക് രാജസ്ഥാനോട് പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. മിക്ക ടീമും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ രാജസ്ഥാനുള്ള കളിയാണെങ്കിൽ ഞാൻ രാജസ്ഥാൻ്റെ ഫാനാണ്. കാരണം വേറെ ഒന്നല്ല, സഞ്ജു സാംസൺ ഉള്ള ടൈം തൊട്ടേ ഒന്നല്ലെങ്കിൽ മലയാളിയല്ലേ, അപ്പോൾ അതുകൊണ്ട് സഞ്ജു സാംസൻ്റെ ടീമിനോടൊരു പ്രത്യേക ഇഷ്ടവും. അങ്ങനെ കുറച്ച് നേരം പത്രമൊക്കെ വായിച്ചിരുന്നു. പത്രവാരിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് പിന്നെ ഉച്ചക്കലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോയി. ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് കഴുകി വെള്ളത്തിലിടണം, ഐസ് പോകണമല്ലോ. അപ്പം ഐസ് പോകാൻ വേണ്ടി ചിക്കൻ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് പിന്നെ അതിന് മസാല പുരട്ടി. ഇതൊക്കെ എൻ്റെ സ്വന്തം കണക്കിലാണ് ഞാൻ അങ്ങനെ ഇടണത്. അങ്ങനെ തൈരൊക്കെ ഒഴിച്ചിട്ട് മസാലയൊക്കെ സെറ്റാക്കി അതവിടെ സെറ്റ് ചെയ്യാൻ വെച്ച്.
അങ്ങനെ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അരി വെക്കാൻ പോയി. അരി വെക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി അരി വെക്കുന്നത്. അതുകൊണ്ട് നെയ്യ് വെച്ചപ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായി. അപ്പം അമ്മനോടൊക്കെ ചോദിച്ച് അതിനിടയിൽ എൻ്റെ ട്യൂഷൻ പിള്ളേർ വന്നിട്ടുണ്ടായി. അവന്മാരോടൊക്കെ സംസാരിച്ച് അങ്ങനെ അരിയുടെ കാര്യം ഏകദേശം ഞാൻ സെറ്റാക്കി. അരി അങ്ങനെ അടപ്പത്തിട്ട് അങ്ങനെ അരിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അരിയുടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പരിപാടി ചിക്കൻ വറുക്കാമെന്ന്. ഞാൻ പയ്യെ അത് വറുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. പിന്നെ ചിക്കൻ കറി വെക്കാനുള്ളതൊക്കെ മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും കറി വെച്ചു, എൻ്റെ ബിരിയാണിയിൽ റെഡിയായി. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ ഉച്ചക്കാലത്തെ ഫുഡ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു പരിവായി. കാരണം ഇങ്ങനെയൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വെട്ടി വേർത്ത് ആകെ അലമ്പായി. പിന്നെ ഇത് വെച്ച് എങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുക. ആ പണി കഴിഞ്ഞ് നേരെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി. അപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു. ഇനി പോയി ഫുഡ് അടിക്കാം. അങ്ങനെ ബിരിയാണിയും ചിക്കൻ കറിയും തൈരൊക്കെ കൂട്ടി ടി വിയും കണ്ടുകൊണ്ട് കുശാലായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സിറ്റ് ഔട്ടിൽ പോയിരുന്നു. കുറച്ച് മിഠായിയൊക്കെ എടുത്തിട്ടോ. അച്ഛൻ്റെ ഫ്രണ്ട് റൂമിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മിഠായി എടുത്ത് കൊണ്ടുവന്നിരുന്നപ്പോൾ അദ്ദേഹം ഒരുത്തൻ അവിടെ നോക്കണേന്. എന്തെങ്കിലും കിരികിരി സൗണ്ട് കേട്ടാൽ അപ്പം അവൻ എണീറ്റ് വരും. ഞാൻ ഓരോ മിഠായിയുടെ ടേസ്റ്റ് ചെയ്യാട്ടോ. എനിക്ക് എല്ലാ മിഠായിയുടെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അപ്പോൾ അവനത് തിന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ഉണ്ട് വേണമെന്ന്. ഒരുത്തന്നെ അവിടെ കാത്തിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കൊടുക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുക്കൂല, അവന് കഴിക്കാൻ പറ്റില്ലല്ലോ.